ഹലോ ഗൈസ്, ട്രിപ്പ് കണ്ടിട്ട് ഞങ്ങൾ മണാലിക്ക് ടൂർ പോകണമെന്ന് ആരും വിചാരിക്കണ്ട. ഞങ്ങൾ പാവങ്ങളാണ് ഗൈസ്. മലപ്പുറം കോട്ടക്കുന്ന് പോകാമെന്നും പറഞ്ഞ് ഇക്കാക്ക ഞങ്ങളെ കൊണ്ടുപോണത് താമരശ്ശേരിക്കാണ്. ഉച്ചക്ക് 2 മണിക്ക് പെരേന്നിറങ്ങി. മുക്കം വഴി താമരശ്ശേരി, അവിടുന്ന് കരിയാത്തുംപാറ, പിന്നെ വയലട. ഇതാണ് പ്ലാൻ. ഇത് കണ്ടിട്ടേ കുട്ടനെ തട്ടിക്കൊണ്ട് പോണ പോലെ തോന്നുന്നുണ്ടോ? എന്നാ അതല്ല ഗൈസ്. ജാതിയെ ഫുഡ് കഴിച്ചിട്ട് ഉറങ്ങിക്കോ, ഇല്ലെങ്കിൽ പോണ വഴിക്ക് ഒന്നും കാണാൻ പറ്റില്ല എന്നോ എൻ്റെ അമ്മ അവനോട് അപ്പളേ പറഞ്ഞതാ. ജാതി ഉറക്കാം. ഇത് മഴ വീണൊന്നല്ല, പൊടി അടിച്ച് ഒന്നും കാണാത്തോണ്ട് വൈപ്പർ ഇട്ടതാണ് കേട്ടോ. റോഡ് മൊത്തം എരപ്പായി കിടക്കാണ്. ഒരു മനസ്സിന് പോകാൻ പറ്റിയ ഈ വഴിക്കൂടെ. നേരം വൈകിയ സൺസെറ്റ് കാണൂല, മഞ്ഞ് പെയ്ത ഒന്നും കാണാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് കണക്കൂട്ടിയ സമയത്തിന് മുന്നേ ഞങ്ങളവിടെ എത്തി. മഞ്ഞ് പോയിട്ട് ഒരു മാ പോലും ഇല്ല. ഇവിടെ കട്ട വെയിലാണ് ഗൈസ്. മെയിൻ ഗേറ്റിലൂടെ പോവാതെ മതിൽ ചാടിയാലോ എന്നുള്ളൊരു ഡൗട്ടിലേക്ക് എത്തിയിരുന്നു ഞങ്ങൾ. പിന്നെ മാന്യന്മാരായതുകൊണ്ട് അത് വേണ്ട എന്നുള്ളൊരു പോയിന്റിലേക്ക് എത്തി. യാത്ര ചെയ്ത് ഒരേ എനർജി ഇല്ലാത്തതുകൊണ്ട് എല്ലാവരും ഓരോ ഐസ്ക്രീം ഇത് അകത്താക്കി. ഐസ്ക്രീമൊക്കെ വിത്തിൻ സെക്കൻഡ്സ് കൊണ്ടാണ് ഒലിക്കണത്. സാദിൻ്റെ ഒന്നും പറയേ വേണ്ട, സാദിൻ്റെ മുഖത്ത് മൊത്തം ഐസ്ക്രീമാണ്. കോട്ടക്കുന്ന് പോയാൽ തിരക്കേക്കാരം, അടിപൊളി പിക്സ് ഒന്നും കിട്ടൂല എന്നൊക്കെ പറഞ്ഞ് വന്നത് അവിടെ. ഇവിടെ എത്തിയപ്പോൾ കോട്ടക്കുന്നിനെക്കാട്ടി 3 ഇരട്ടി തിരക്കാണ്. എന്തൊക്കെ പറഞ്ഞാലും ഈ കട്ട വെയിലത്ത് ഈ പച്ചപ്പും വെള്ളമൊക്കെ ഉള്ളത് തന്നെ അത്ഭുതമാണ്. കട്ട ചൂടായതുകൊണ്ട് എല്ലാവരും ഒന്ന് തണലത്ത് പോയിരുന്നാലോ എന്നൊക്കെ വിചാരിച്ചു. പക്ഷെ ഗൈസ്, മുക്കിലും മൂലയിൽ വരെ ആൾക്കാരാണ്. ബസ്സിൽ ടവലിട്ട് സീറ്റൊക്കെ ബുക്ക് ചെയ്യണ പോലെ. ഏതായാലും ഇവിടെ വരെ വന്നതല്ലേ, അപ്പം കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്ത് പോവാന്നൊക്കെ വിചാരിച്ച്. ജാതി അപ്പോത്തിന് വിക്രസ് തുടങ്ങി. അതുകൊണ്ട് ഓൻ തള്ളിയിടാൻ വരുമ്പോൾ ഞങ്ങൾ നല്ലൊരു പണിയെടുക്കാമെന്ന് വിചാരിച്ച്. ചിന്നുവിന് ഒറ്റക്കുള്ള പിക്ക് എടുക്കണമെന്നും പറഞ്ഞ് നിൽക്കണതാണ് ഇപ്പത്. പക്ഷെ അപ്പുറത്തുള്ള ആ താത്തനെ കൊണ്ട് കുറേ ഇടങ്ങാറായി. ജാതി ഒരു മൂട് വരെ വെള്ളത്തിലിട്ട്. സോനു പിന്നെ ഈ മാസം കുളിച്ചോണ്ട് അടുത്ത മാസം കഴിഞ്ഞുള്ള കുളിയെന്ന് വിചാരിച്ചു. എല്ലാവരും വിശപ്പും വെയിലും കൊണ്ട് ആകെ ടയർഡായി. പിന്നെ അല്ലെങ്കിൽ തന്നെ ലേറ്റ് ആയതുകൊണ്ട് ഒരു പയമ്പൂരിൽ ഒതുക്കി നേരെ വിട്ടു വയലടേക്ക്. ട്രക്കിങ് കഴിഞ്ഞ് പാറപ്പുറത്തെത്തി നല്ലൊരു സൺസെറ്റും കണ്ട് അടിപൊളി ഒരു ഫോട്ടോ എടുക്കാം. ഇതൊക്കെയാണ് ഞങ്ങളെ പ്ലാൻ. പക്ഷെ ലേറ്റായി ഗൈസ്. ഞങ്ങളവിടെ എത്തിയപ്പോഴത്തേനും മലപ്പുറത്തുള്ള കോഴിക്കോടുള്ള എല്ലാ ടീമുണ്ടീനും അവിടെ ഉള്ളൊരു താത്താക്ക് പൈസ കൊടുത്ത് വണ്ടി ഒരു വിധത്തിലാണ് പാർക്ക് ചെയ്ത്. കുറച്ച് ട്രക്കിങ് ആയാലോ ഗൈസ്. അവിടെ ചെന്നിട്ട് വിലയും തിന്നാ എന്നൊക്കെ വിചാരിച്ച സാധനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ടേനി. അതൊക്കെ പോണ വൈക്കണ് തീർന്നു. അത്രക്കും വിശപ്പേനി. ജാതിക്കൊരു ജ്യൂസ് വാങ്ങിക്കൊടുത്ത്. ഹയർ അതുകൊണ്ട് പെട്ടെന്ന് നടക്കാൻ തുടങ്ങിയവന്. എങ്ങനെ മുകൾക്കെത്തിയെന്ന് പടച്ചോന് മാത്രമേ അറിയുള്ളൂ. സൺസെറ്റും ഇല്ല, മഞ്ഞുമില്ല, ഫോട്ടോഷൂട്ടൊക്കെ നടന്നിട്ടുമില്ല. എന്തായാലും ഈ ഒരു വ്യൂ ഉണ്ടല്ലോ, അതൊരു മുതലാണ്. നമ്മളെ വീട്ടാരപ്പം ഈ ചൂടത്ത് വിയർത്തൊലിച്ച് ഉപ്പിലിട്ട മാങ്ങി നിന്ന് അന്തം വിട്ട് കുന്തം വിഴുങ്ങിയ പോലെ ഇരിപ്പുണ്ടല്ലോ. ആഹാ, അന്തസ്.